പാലപ്പള്ളിയിൽ കാട്ടാന സെപ്റ്റിക് ടാങ്കിൽ വീണു. പാലപ്പള്ളി എനിക്കോട് സ്വദേശി റാഫിയുടെ വീട്ടുപറമ്പിലെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിലാണ് കാട്ടാന വീണത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് കുട്ടിയാനയെ സെപ്റ്റിക് ടാങ്കിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാട്ടാനയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നു. സരീഷ് വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, കാട്ടാനയെ രക്ഷിക്കാനുള്ള ശ്രമം എത്തരത്തിലാണ് പുരോഗമിക്കുന്നത്? ആനയുടെ സ്ഥിതി എന്താണ്? ായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ആന ഇപ്പോൾ അനക്കമില്ലാത്ത ഒരവസ്ഥയാണ്. ഏകദേശം ഒരു 5 മിനിറ്റോളമായി ആന തീർത്തും ഒരു ചലനമില്ല. അത് ചരിഞ്ഞോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ. അത് കൃത്യമായിട്ട് ഔദ്യോഗികമായിട്ട് അത് സ്ഥിരീകരിക്കണമെങ്കിൽ വനപാലകർ തന്നെ സ്ഥിരീകരിക്കണം. നിലവിൽ ഇപ്പോൾ ഒരു 5 മണിക്കൂർ നേരെയായി ആന ഈ കുഴി എടുത്തെടുക്കുകയാണ്. സ്വകാര്യ വ്യക്തിയുടെ സെപ്റ്റിക് ടാങ്കിൽ ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ആന വീണത്. സമീപത്ത് തോട്ടം തൊഴിലാളി ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികളാണ് ആനയുടെ ചിഹ്നം കേട്ട് സമീപത്തെത്തിയപ്പോഴാണ് ആന കുഴിയിൽ വീണ നിലയിൽ കണ്ടത്. ഇപ്പോൾ നിലവിൽ ഈ ആനയുടെ കാലുകളും അതുപോലെ തുമ്പിക്കൈ, ഈ തല അങ്ങനെ ഒന്നും അനങ്ങാത്തൊരവസ്ഥയാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളമായി ആന ഇതേ സ്ഥിതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. നിലവിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആ കുഴിയുടെ ചുറ്റും വികസിപ്പിച്ച് അതുപോലെ തന്നെ മണ്ണ് നീക്കം ചെയ്ത് ആനയെ ഒരു ഉയർത്താനുള്ള ശ്രമം, ആനയ്ക്ക് സൗഹൃദമായ രീതിയിൽ ഉയരാനുള്ള ഒരു സ്വാഭാവികമായ ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ സമയമായിട്ടും ആനയ്ക്ക് യാതൊരുവിധ അനക്കവുമില്ലെന്നാണ് നമുക്കിപ്പോ അറിയാൻ കഴിയുന്നത്. അത് കാരണം ഈ ആന വീണ സമയത്ത് ആനയുടെ തുമ്പിയും തലയും ഒക്കെ ഈ ടാങ്കിനും മുകളിലേക്ക് ഉയർത്തി ആളുകൾക്ക് കാണാവുന്ന തരത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആനയുടെ പിൻകാലുകൾ ചെളിയിലും മണ്ണിലും പൂഴ്ന്നു പോയ ഒരു അവസ്ഥയായിരുന്നു. അതിനുശേഷമാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഈ മണ്ണൊക്കെ നീക്കി ആനയുടെ 3 കാലുകൾ, പിൻകാലുകളിൽ ഒരു കാലുകൂടി മണ്ണിൽ നിന്നും ഉയർത്തിയെങ്കിലും ആന ചെരിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഈ ചെരിഞ്ഞു കിടക്കുന്ന സ്ഥിതി ആനയ്ക്ക് പിന്നീട് തല ഉയർത്താനോ തുമ്പി ഉയർത്താനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. അതിന് തൊട്ട് മുൻപ് ഒരു അരമണിക്കൂർ മുൻപ് വരെ ആന ഈ തല അനക്കുന്നുണ്ടായിരുന്നു. തുമ്പി ഉയർത്തി ഈ ആനക്കിട്ട് കൊടുത്ത കയറും പിടിക്കാനൊക്കെ ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പനംപട്ട ആനക്കിട്ട് കൊടുക്കുമ്പോൾ അത് കഴിക്കാനും അത് പിടിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഒരു 10 മിനിറ്റോളമായിട്ട് ആനയ്ക്ക് യാതൊരുവിധ അനക്കവും ഇല്ലാത്തൊരു സ്ഥിതിയാണ്.